ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഒരുപോലെ ജനപ്രിയമായ മത്സ്യമാണ് ഹിൽസ. പശ്ചിമ ബംഗാളിലാകട്ടെ ദുർഗാ പൂജയ്ക്ക് ഈ മത്സ്യം ഒരു വിഭവമായാണ് അവിടെയുള്ള ജനങ്ങൾ കണക്കാക്കുന്നത്. അടുത്തിടെ ഭരണമാറ്റത്തിന് പിന്നാലെ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്കുള്ള ഹിൽസ മത്സ്യ കയറ്റുമതി പൂർണ്ണമായി വിലക്കിയിരുന്നു. ഈ തീരുമാനം ഹിൽസ മത്സ്യത്തെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ജനങ്ങൾക്കാണ് തിരിച്ചടിയായത്. ആഭ്യന്തര വിപണിയിലെ ലഭ്യത വർദ്ധിപ്പിക്കാനായി ഈ വർഷം ഇന്ത്യയിലേക്ക് ഹിൽസ മത്സ്യം കയറ്റുമതി ചെയ്യേണ്ടതില്ലെന്ന് സെപ്റ്റംബർ ആദ്യവാരം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തീരുമാനിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ഹിൽസയുടെ ലഭ്യത ഉറപ്പുവരുത്താനായാണ് കയറ്റുമതി നിരോധിച്ചതെന്നായിരുന്നു ഇടക്കാല സർക്കാരിന്റെ വാദം. എന്നാൽ ഇപ്പോഴത്തെ ദുർഗാ പൂജയ്ക്ക് ബംഗാളികൾക്ക് കഴിക്കാൻ ഇക്കുറി ഹിൽസ മത്സ്യം തരില്ലെന്ന ബംഗ്ലാദേശിന്റെ വാശി പൊളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ തള്ളിയാൽ വൻ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന മാലിദ്വീപിന്റെ പാഠം മുന്നിലുള്ളത് കൊണ്ടാകാം അവസാന നിമിഷമാണ് ഹിൽസ മത്സ്യം ഇന്ത്യക്ക് നൽകാമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യൂനസ് പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഹിൽസയുടെ 70% ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ദേശീയ മത്സ്യം കൂടിയാണ് ഹിൽസ. ഇക്കുറി 3000 ടൺ ഹിൽസ മത്സ്യം ദുർഗാ പൂജയ്ക്കായി ഇന്ത്യക്ക് നൽകുമെന്നാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഹിൽസ ഇക്കുറി കിട്ടില്ലെന്ന ഭീതിയിൽ ഈ മത്സ്യത്തിന്റെ വില കിലോയ്ക്ക് 2000 രൂപ വരെ ബംഗാളിൽ ഉയർന്നിരുന്നു. കാരണം ദുർഗാ പൂജയ്ക്ക് ബംഗാളികൾ കറിവെച്ചും വറുത്തും കഴിക്കുന്ന മത്സ്യമാണ് ഹിൽസ. അതുകൊണ്ട് തന്നെ പൂജാ നാളുകളിൽ ഹിൽസ മത്സ്യത്തിന്റെ കറിയിലെത്ത ബംഗാളി വീടുകൾ ഉണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ ഹിൽസ മത്സ്യ തൽപരരെ അലട്ടിയിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ്. ഇതിന് പിന്നിൽ മോദി സർക്കാരിന്റെ അതീവ രഹസ്യമായ സമ്മർദ്ദവും നയതന്ത്രവും ഉള്ളതായാണ് പറയപ്പെടുന്നത്. നിലവിൽ വിദ്യാർത്ഥി കലാപത്തിന് ശേഷം ബംഗ്ലാദേശ് സാമ്പത്തികമായി തകരുകയാണ്. അവിടുത്തെ ഉപഭോക്തൃ വില സൂചികയിൽ 11% വർധന ഉണ്ടായതോടെ ആവശ്യ സാധനങ്ങൾക്ക് തീവിലയായി. ബാങ്കുകളിൽ നിന്ന് നിശ്ചിത തുക മാത്രമേ വ്യക്തികൾക്ക് പിൻവലിക്കാനാവൂ എന്ന നിയന്ത്രണവും വന്നിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ ഒട്ടേറെ ബിസിനസ്സുകൾ 10,000 കണക്കിന് ബംഗ്ലാദേശികൾക്ക് ജോലി നൽകുന്നുണ്ട്. എന്നാൽ താൽക്കാലികമായി ഈ ഫാക്ടറികൾ അടച്ചത് ബംഗ്ലാദേശിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ബംഗ്ലാദേശിന്റെ സാഹചര്യം മുൻനിർത്തി വരും നാളുകൾ ഇന്ത്യയെ ആശ്രയിക്കാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകുക വിഷമകരമാണ്. അതിനാലാവാം ഹിൽസയുടെ പിടിവാശിയിൽ നിന്നും മുഹമ്മദ് യൂനസ് അയഞ്ഞു വരാൻ കാരണമായത്. ഒക്ടോബർ 9 മുതൽ 13 വരെയാണ് ബംഗാളിൽ ദുർഗാ പൂജ ആഘോഷം. നേരത്തെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന വർഷങ്ങളിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ തുടർച്ചയായി ഹിൽസ ഇന്ത്യയിലേക്ക് അയക്കുമായിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് ഹിൽസയുടെ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ഇതാദ്യമല്ല. 2012 ജൂലൈയിലെ ഹിൽസ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഉയർന്ന ആഭ്യന്തര ഡിമാൻഡും ചെറിയ മത്സ്യങ്ങൾ പിടിക്കുന്നതിലെ ആശങ്കയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു നിരോധനം. എന്നാൽ ടീസ്റ്റ നദീജലം പങ്കിടൽ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കങ്ങൾക്ക് മറുപടിയായാണ് ഹിൽസ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. നിരോധനം വന്നതോടെ ഇന്ത്യൻ വിപണികളിൽ ഹിൽസ മത്സ്യത്തിന്റെ വില ഉയർന്നു. പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ കള്ളക്കടത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഇടയാക്കി. അതോടെ കള്ളക്കടത്ത് വഴി ഇന്ത്യയിലേക്ക് മീൻ ധാരാളമായി എത്തി. പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിതരണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2015 ഫെബ്രുവരിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കിടെ അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും അവാമി ലീഗ് നേതാവുമായ ഷെയ്ഖ് ഹസീനയോട് മമത നേരിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതോടെ ഷെയ്ഖ് ഹസീന ഇടപെട്ട് പ്രധാന ഉത്സവങ്ങളുടെ സമയത്ത് ഇന്ത്യയിലേക്കുള്ള മത്സ്യ കയറ്റുമതി അനുവദിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ദുർഗാ പൂജ പോലുള്ള ഉത്സവകാലങ്ങളിൽ. ദുർഗാ പൂജയ്ക്കുള്ള ബംഗ്ലാദേശിന് സമ്മാനമായാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിനുശേഷം ഇത് 2ാമത്തെ തവണയാണ് ഹിൽസ കയറ്റുമതി നിരോധനം ഉണ്ടാവുന്നത്. ഏതായാലും പ്രശ്നം പരിഹരിച്ചതോടെ ദുർഗാ പൂജ എന്നും നടക്കുന്ന പോലെ ഗംഭീരമായി നടക്കുക തന്നെ ചെയ്യും.